ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റായ പുട്ടും അതിന് കോമ്പിനേഷനായി മട്ടൺ ചോപ്സുമാണ്. അപ്പോൾ പുട്ടും മട്ടൺ ചോപ്സും കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മട്ടൺ ചോപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 4 സവാള സ്ലൈസ് ചെയ്തതാണിത്. അപ്പോൾ ഈ സവാള ഇതിലിട്ട് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്യേണ്ട, നല്ല ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയൊക്കെ കൂടുതൽ ചേർത്താലും നമ്മുടെ മട്ടൺ ചോപ്സ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് 4 സവാളയൊക്കെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് സവാള സോഫ്റ്റായി വന്നോളും. അപ്പോൾ സവാളൊക്കെ ഇവിടെ നല്ലവണ്ണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു തുടം വെളുത്തുള്ളി, അതായത് ഒരു വെളുത്തുള്ളി കൂടി ചതച്ചെടുത്തതാണിത്. ഇത് 2 പച്ചമുളകാണ്. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോപ്സാണ് ഈ മട്ടൺ ചോപ്സ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്. കുരുമുളക് ചതച്ച് തന്നെ ഇടണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, പൊടി ഇടരുത്. ഇത് 1 ടീസ്പൂൺ ഗരം മസാല, ഇത് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ്. ഇത് 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. ഇത് ഒരു പിഞ്ച് ഉലുവ പൊടിച്ചതാണ്. അപ്പോൾ ഉലുവ ചേർത്ത് നമ്മുടെ മട്ടൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ മട്ടൺ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മസാലയൊക്കെ വഴറ്റുന്നത് കുക്കറിലാകുമ്പോൾ അടി പിടിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുക്കറിലേക്ക് മട്ടൺ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയ മട്ടനാണിത്. അപ്പോൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഏകദേശം വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചെറിയ പീസായി കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്, നല്ലോണം മസാലയൊക്കെ പിടിക്കും. അപ്പോൾ നമുക്ക് ഈ മട്ടൺ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലകളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. കുക്കർ അടച്ച് വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ സിമ്മിലേക്ക് ഇടുക. എന്നിട്ടൊരു 5 വിസിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ മട്ടൺ ഇവിടെ കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് വിസിൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്മിലേക്ക് ഇടണം. ഇപ്പോൾ കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഞാനിപ്പോൾ തുറന്ന് നോക്കി, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ ചേർക്കുന്നത്. ലെമൺ ജ്യൂസ് ചേർത്താൽ നമ്മുടെ മട്ടൺ ചോപ്സ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല തിക്ക് ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും മട്ടൺ ചോപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് സോഫ്റ്റായ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നൂൽപുട്ടിനും പത്തിരിക്കൊക്കെ നമ്മൾ വാങ്ങുന്ന പൊടിയില്ലേ, ആ പൊടിയാണിത്. 1 തേങ്ങ ചെരുവി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ചോറ്, നമ്മൾ സാധാരണ വീട്ടിൽ കഴിക്കാനുണ്ടാക്കുന്ന ചോറാണിത്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത പൊടി തന്നെ വേണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് റൈസാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം, ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ പൊടി നനഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മുടെ പുട്ട് നമ്മൾ വെള്ളം ചേർത്ത് നനച്ച പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഉരുളണം, എന്നാൽ പൊടിക്കുമ്പോൾ പൊടിയും വേണം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ പൊടി നനയാനുള്ള ഒരു പാകത്തിനുള്ള ചോറ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം ബാക്കി ചോറും കൂടിയും ചേർത്ത് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു പുട്ടും കുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഞാനിപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ.
ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ ഒക്കെ പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം പിന്നെയും കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കണം. നമ്മൾ അരിപ്പൊടിയും തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുത്തി നിറക്കരുത്, ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ കുത്തി നിറച്ച് കഴിഞ്ഞാൽ ആവി കയറില്ല, വേവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നല്ല തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ പുട്ടുംകുറ്റി ഇതിലേക്ക് വെക്കാനായിട്ട്. ഇനി പുട്ടുംകുറ്റി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റാം. എന്നിട്ടൊരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായ പുട്ടാണിത്. നമുക്കിത് തൊട്ടാൽ തന്നെ അറിയും. പിന്നെ രാവിലെ ഉണ്ടാക്കി രാത്രി വരെ ഈ പുട്ട് കാസ്ട്രോളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.